കോതമംഗലത്തെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച കേസിൽ മാത്യുക്കുഴനാടൻ എം.എൽ.എയും മാത്യുക്കുഴനാടൻ എം.എൽ.എയുടെയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ഇടക്കാല ജാമ്യം തുടരും. കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. പ്രതികളെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ബലമായി പിടിച്ചെടുത്തെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മൃതദേഹത്തോട് പ്രതികൾ അനാദരവ് കാട്ടിയെന്നും പോലീസ് ഉദ്യോഗസ്ഥരെ ഉപദ്രവിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ വാദം കേട്ടെങ്കിലും കോടതി ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കേസ് നാളത്തേക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 2 ഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ടതിന് ശേഷം അഡീഷണലായി 2 ക്രൈം കൂടി പോലീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ 2 പേരുടെയും പേരിൽ 2 ക്രൈം ഉള്ളതായിട്ടാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് സബ്മിറ്റ് ചെയ്തിരുന്നതും. പിന്നെ ഇപ്പോൾ അഡീഷണലായി ഒരു ക്രൈം കൂടി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇന്ന് പോലീസ് കോടതിയിൽ വന്നത്. സ്വാഭാവികമായിട്ടും അതിനും ഉള്ള വാദങ്ങൾ 2 ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷേ ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്യുമെന്നും നാളത്തേക്ക് ഈ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ശ്രീകാന്ത് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ പോലീസ് നിലപാട് ഘടിപ്പിക്കുന്നത്? ഇടക്കാല ജാമ്യം തുടരുകയാണല്ലോ നേതാക്കളുടെ. ശ്രീകാന്ത്, ഇന്ന് കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ തന്നെ പ്രതിഭാഗം പറഞ്ഞത് ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന സംഭവ വികാസങ്ങളാണ്. തങ്ങൾ ഒരു തരത്തിലും അക്രമത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടില്ല. അത് കോൺഗ്രസ്സുകാർ നടത്തിയ പ്രശ്നമല്ല. നേരെ മറിച്ച് ഈ നാട്ടുകാരും, അവിടെ ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്നും ആശുപത്രിയിലേക്ക് വന്ന നാട്ടുകാരും പൊതുജനങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കളുമാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. അതിന്റെ ഭാഗമാവുക മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത്. പക്ഷേ പോലീസ് ഈ നേതാക്കളെ ജയിലിൽ അടയ്ക്കണമെന്ന വാശിയിലാണ് ഈ കേസുമായി കളത്തിലിറങ്ങിയിരിക്കുന്നത് എന്ന് ഇന്ന് കോടതിയിൽ പ്രതിഭാഗം പറയുകയും ചെയ്തു. എന്ത് തരത്തിലുള്ള ഉപാധികളും അംഗീകരിക്കാമെന്നും അവർ പറഞ്ഞു. പക്ഷേ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച പോലീസ് പറഞ്ഞത് ഇവർ മൃതദേഹത്തെ അപമാനിച്ചു, ആശുപത്രിയിലെ സാധനങ്ങൾ തല്ലിത്തകർത്തു, അവിടെ ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള തടസ്സം സൃഷ്ടിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ഇന്ന് നിരത്തി. കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് ഇവരെ 2 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വേണം എന്നുള്ളതായിരുന്നു കോടതിയിൽ പോലീസ് അറിയിച്ചത്. പക്ഷേ പുതുതായി ഒരു വകുപ്പ് കൂടി ഈ പ്രതികൾക്കെതിരെ ചുമത്തിയതിനാൽ ഇന്ന് കേസിൽ ഉത്തരവ് പുറപ്പെടുവിച്ചില്ല. ഇന്നലത്തെ ഇടക്കാല ഉത്തരവ് തുടരും. തൽക്കാലം ജാമ്യത്തിൽ തുടരാം. നാളെ ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കും. അപ്പോൾ ഇതിൽ സ്ഥിര ജാമ്യം സംബന്ധിച്ച് ഉത്തരവുണ്ടാകും. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.